ഏറ്റെടുക്കേണ്ടത് ലോക്കലായിട്ടുള്ള പോലീസ് തന്നെയാണ്, പോലീസ് സേന തന്നെയാണ്. അതിന് കോംപ്രമൈസ് ആയിട്ടുണ്ടോ? അതിൻ്റെ എന്ത് വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്? മിനിസ്റ്റർ ഒരു പക്ഷേ ഉമ്മ MLA-ക്ക് പകരം മിനിസ്റ്റർ എങ്ങനെ ആകാമായിരുന്നു അല്ലേ? ആകാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പോലീസിന്? പോലീസാണ് വന്ന് അതെല്ലാം പരിശോധിക്കേണ്ടത്. ഒരു സംസ്ഥാന മന്ത്രി അവർ പങ്കെടുക്കുമ്പോൾ പോലീസാണ് ക്ലിയറൻസ് നൽകുന്നത്, പോലീസാണ് വന്ന് പരിശോധിക്കുന്നത് സുരക്ഷിതമാണോ, മന്ത്രിയുടെ വിസിറ്റ് അവിടെ സുരക്ഷിതമാണോ? അപ്പോൾ എന്താണ് അങ്ങയുടെ സേനയിൽ വന്നിട്ടുള്ള പാലിച്ചത്? നമ്മൾ ഈ കാര്യങ്ങൾ കൂടെ പരിശോധിക്കുന്നുണ്ട്. പോലീസിൻ്റെ എല്ലാ വകുപ്പുകളിലും നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു അല്ല, ഞാൻ പറയുന്നത് ഒരു പബ്ലിക് പരിപാടി, ഒരു പ്രൈവറ്റ് ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കുന്നത് മറ്റൊരു പബ്ലിക് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, ഒഫീഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇത് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് നമ്മൾ അറിയിക്കാം എന്താണ് ഇതിനകത്തുള്ളതെന്നത്. ഇന്ന് നമ്മൾ മറ്റ് PWDയെയും ഫയർഫോഴ്സുകാർക്ക് കത്ത് നൽകിയിട്ട് അവിടെ സ്റ്റേജിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, മറ്റ് ഫയർ മീൻസ് ലൈക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്താണ് എന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പറയാൻ വേണ്ടി അവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അവർ അതിൻ്റെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ബാക്കി അവരുടെ റിപ്പോർട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇത്ര ദിവസമെന്ന് പറഞ്ഞിട്ടില്ല. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തന്നെ തയ്യാറാക്കി. ഇത് ഒരു സ്റ്റേജിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, സ്ട്രക്ചർ കറക്റ്റാണോ അല്ലോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവർക്കാണ് അത് ശരിക്കും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. PWD നമ്മളതൊക്കെ അന്വേഷിച്ചിട്ട് പറയാം. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളെല്ലാം ഓരോ കാര്യം അന്വേഷിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയാം. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ നമ്മളതൊക്കെ പരിശോധിക്കാം. ആക്ച്വലി ഇതിനകത്ത് മറ്റു വകുപ്പുകൾ നിന്ന് അവർക്ക് ക്ലിയറൻസ് എടുക്കണമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GCDA അവർക്ക് ആ ഗ്രൗണ്ട് ഏൽപ്പിച്ച കണ്ടീഷൻസിൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യമുള്ള ക്ലിയറൻസുകൾ എടുക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഓരോ കാര്യം അതാണ് അതൊക്കെ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് വരും. ആരെല്ലാം നിന്ന് അവർ എടുത്തിട്ടുണ്ട്, എന്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സുകാരടുത്ത് അവർ കത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫയർ ടെൻഡർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സുകാരിൽ നിന്ന് അവർ ഇത് സേഫ്റ്റി ഭാഗത്തിന് എന്തെങ്കിലും കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ നമുക്കിനി അറിയില്ല. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് വന്നിട്ട് ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ശേഷം ഇതിനെപ്പറ്റി പറയുന്നത് ശരിയായിരിക്കും എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത് നമ്മൾ അറിയിക്കാം നിങ്ങളെ. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇത് ആ സ്റ്റേജ് മറ്റ് കുറേ 2-3 മറ്റ് സ്റ്റേജുകൾ കൂടെ അവർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ സേഫ്റ്റി കാര്യങ്ങളുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്കം നമ്മൾ അതാത് സമയത്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയിക്കാം. അല്ല, നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്
അത് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടോ അല്ലോ എന്ന കാര്യങ്ങൾ നമ്മൾ അറിയിക്കും. നമ്മളടുത്ത് പോലീസ് ഇതിന് അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അല്ല, ഒരു പ്രൈവറ്റ് ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനുള്ള ഇത് ഇല്ല എല്ലാ പരിപാടികളിലും. പക്ഷേ ഒഫീഷ്യൽ ഫങ്ഷൻസിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെല്ലാം ഇത് ചെയ്യുന്നില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിശോധിക്കാം, വിശദമായി പരിശോധിച്ചിട്ട് ഒരു മറുപടി പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനിലിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി വിശദമായി ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചതെല്ലാം നമ്മൾ അതിനകത്ത് പരിഗണിച്ചിട്ട് നമ്മളെല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത് ഒരു വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കും. നമുക്ക് അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല. അല്ല, നമ്മൾ അവരുടെ റോൾ എന്താണ്, ഈ അറേഞ്ച്മെൻറ്റ്സ് എന്നത് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവരെ നമ്മൾ വിളിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.